السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, ജീവിതത്തിനാവശ്യമായ ധനം സമ്പാദിക്കുന്നതിനും അത് സംഭരിച്ചു വെക്കുന്നതിനും അനുവദിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രതിനിധികളായി നിശ്ചയിച്ച, പ്രത്യക്ഷത്തിൽ നമ്മുടേതെന്ന് വിലയിരുത്തപ്പെടുന്ന നമ്മുടെ സ്വത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി ഇടം പിടിച്ചു നിൽക്കുന്ന സക്കാത്ത് നിസ്കാരം പോലെ, നോമ്പിനെ പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിപ്രധാനമാണ്. നിസ്കാരം സ്വഹീഹാവുന്നതിന് നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോമ്പ് സ്വഹീഹാവുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നിസ്കാരവും നോമ്പുമൊക്കെ സ്വഹീഹാവുന്നത്. അതുപോലെ സക്കാത്തിനും ഇസ്ലാം ചില നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കർമ്മം പൂർണ്ണതയിലെത്തുന്നത്, സ്വീകാര്യമായി തീരുന്നത്. വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം 80ഓളം കൽപ്പനകൾ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കുവിൻ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്നിങ്ങനെ തുടങ്ങി വിശേഷണങ്ങളായും കൽപ്പനകളായും 80ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുമ്പോൾ അതിൽ 27 സ്ഥലങ്ങളിലും നിസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ എന്നിങ്ങനെ തുടങ്ങി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തെയും സക്കാത്തിനെയും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഭരണമേറ്റെടുത്ത ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ. സക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വിവേചനം കാണിക്കുന്നവരോട് നമ്മൾ പോരാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സക്കാത്തിന്റെ സമയമാവുമ്പോൾ അത് കൊടുക്കുന്നില്ല. സക്കാത്ത് എന്തോ നമ്മളുമായി അത്ര ബാധിക്കാത്തതുപോലെ, അത് നമ്മളുമായി ഒരു ബന്ധമില്ലാത്തതുപോലെ ആരെങ്കിലും നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വിവേചനം കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് പോരാടുക തന്നെ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്, ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ അവർക്ക് ശേഷം വന്ന സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പ്രഖ്യാപനം ഇമാം ത്വബറാനി അവിടുത്തെ ഹദീസിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. ഉമിർനാ ബിഇഖാമിസ് സ്വലാ വഇതാഇ സക്കാ. നമ്മളോട് നിസ്കാരം നിലനിർത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വമൻ ലം യുസക്കി ഫലാ സ്വലാത്ത ലഹു. ഒരാൾ സക്കാത്ത് കൊടുത്തു വീട്ടുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല എന്ന് വരെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേവലം നമസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, അവൻ കൊടുത്തു വീട്ടേണ്ട സക്കാത്ത് കൂടെ കൃത്യമായി കൊടുത്തു വീട്ടുമ്പോഴാണ് അവൻ പരിപൂർണ വിശ്വാസിയായി തീരുന്നതും അവന്റെ മറ്റു കർമ്മങ്ങൾ അവൻ ഉപകരിക്കുന്നതും എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടും അത് കൊടുക്കാതെ കാത്തു സൂക്ഷിക്കുന്നവരെ കുറിച്ച് അവന്റെ സമ്പത്ത് അവൻ്റേതാണെന്ന ആ ദാർഢ്യത്തോടുകൂടെ അത് സൂക്ഷിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വല്ലദീന യക്നിസൂന الذهب والفضة. സ്വർണവും വെള്ളിയും ഒക്കെ വലിയ നിധികളായി ശേഖരിക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹു കൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. പാവപ്പെട്ടവർക്ക് അവരുടെ വിഹിതം, അവരുടെ അവകാശം
അത് കൊടുക്കുക എന്നുള്ളത്. അത് ചെലവഴിക്കാത്ത ആളുകൾ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, നബിയെ അവരൊരു സന്തോഷ വാർത്ത അറിയിക്കണം. ബിഅദാബിൻ അലീം, നാളെ പാരത്രിക ലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ആ സ്വർണം, ആ വെള്ളി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കാനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. യൗമ യുഹ്മാ അലൈക ഫീ നാരി ജഹന്നമ, നരകത്തിൽ വെച്ച് അതിന്റെ മേൽ ചൂട് കയറ്റിക്കൊണ്ട് ഫതുഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വബുഹൂറുഹും, അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും അതുപോലെ അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം ആ സ്വർണവും വെള്ളിയും ചൂടാക്കി അവർക്ക് ചൂട് നൽകപ്പെടും. എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച നിധികളാണിത്. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ അന്ന് സൂക്ഷിച്ചതിന്റെ കാരണമായിട്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുവിൻ. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ അന്ന് കാത്തു സൂക്ഷിച്ച നിങ്ങളുടെ വലിയ നിധി ശേഖരങ്ങളായി ആരാർക്കും കൊടുക്കാതെ നിങ്ങൾ കാത്തുവെച്ച നിങ്ങളുടെ ഈ സ്വർണവും വെള്ളിയും ക്യാഷും സമ്പത്തും അത് നിങ്ങൾ അനുഭവിക്കുവിനെന്ന് പറയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്നതിന് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം നിസ്കാരത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ, നോമ്പിന് പ്രാധാന്യം നൽകുന്നത് പോലെ, ഹജ്ജിന് പ്രാധാന്യം നൽകുന്നത് പോലെ സമൂഹത്തിന്റെ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിക് എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് സക്കാത്ത് എന്നുള്ളത്. അത് കൃത്യമായി കൊടുത്തു വീട്ടുമ്പോഴാണ് ഒരാൾ പരിപൂർണ വിശ്വാസിയായി തീരുന്നത്, അവന്റെ കർമ്മങ്ങൾ സാധൂകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രാഥമികമായി തിരിച്ചറിയേണ്ടത് സ്വതക്ക എന്ന് പറയുന്ന ഐച്ഛിക ദാനവും സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധിത ദാനവും രണ്ടും ഒരുപോലെ ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പാടില്ല. കേവലം പാവങ്ങൾക്ക് കൊടുക്കുക എന്നത് മാത്രമല്ല, നിർബന്ധമായ ഒരു കർമ്മമാകുമ്പോൾ അത് സ്വഹീഹാവാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിക്കുമ്പോഴാണ് അത് പൂർണ്ണമായി തീരുന്നത്. സ്വതക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാം, സമ്പത്തുള്ളവർക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതര മതസ്ഥർക്ക് കൊടുക്കാം, ആരെയും സഹായിക്കാൻ പറ്റുന്നതാണ് സ്വതക്ക എന്ന് പറയുന്ന ഐച്ഛിക ദാനം. അതിന് പ്രത്യേക നിയമങ്ങളേ ഇല്ല, ആർക്കും കൊടുക്കാം, ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. അത് വളരെ ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂലിയിലും പ്രതിഫലത്തിലും മാറ്റം വരുമെന്നല്ലാതെ അവിടെ പ്രത്യേക നിയമങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതേസമയം സക്കാത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് നിർബന്ധിത ദാനമാണ്, അതെല്ലാവർക്കും ബാധ്യതയുമില്ല. ചില സമ്പത്തുകളിൽ മാത്രമാണ് അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളുമായി ബന്ധിക്കുന്ന കച്ചവടത്തിന്റെ സക്കാത്ത്, അതുപോലെ ക്യാഷിന്റെ സക്കാത്ത്, വിവിധ നിക്ഷേപങ്ങളുടെ സക്കാത്ത്, അതുപോലെ നമ്മളുടെ ചില സംരംഭങ്ങളുടെ സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ സക്കാത്ത് വിടുന്നത്. അത് നമ്മുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദർ ദിനത്തിന്റെ പ്രത്യേകത കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും ഈ വിശാലമായ വിജ്ഞാനവേദിയുടെ നിസ്ബത്ത് സവാബ് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഉപജീവന മാർഗങ്ങളിലൊക്കെ അള്ളാഹു നല്ല അഭിവൃദ്ധിയും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്കൊക്കെ അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.